ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഒരു അടിപൊളി ചമ്മന്തി ആയാലോ. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അതിനായിട്ടൊരു പാൻ വയ്ക്കുക. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ 3 ചുവന്ന മുളകും 4 കാശ്മീരി ചില്ലിയും കുറച്ച് കരിവേപ്പിൻ്റെലയും കൂടിയിട്ട് അതിനെ നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഇത് നന്നായി വറുത്ത് വരുമ്പോൾ നമുക്കൊരു അരക്കപ്പിൽ താഴെയായിട്ട് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കടലപ്പരിപ്പും നന്നായി ഒന്ന് റെഡ് കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് കായം കൂടി ഇട്ട് കൊടുത്ത് നന്നായി അതിനെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആവുന്നവരെ വറുത്തതിന് ശേഷം കുറച്ചൊരു 5-6 ചുവന്നുള്ളിയും കൂടിയിട്ട് അതിനെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോഴത്തെ ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ അതൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ അധികം ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഓഫ് ചെയ്യുക. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതിനെ ഒന്ന് മിക്സഡ് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അങ്ങോട്ട് അരച്ചിട്ട് അടിപൊളി ചമ്മന്തി റെഡി. ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ.